ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ചിക്കൻ കുറുമ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ കുറുമ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുള്ളൂ. അത്രയും ടേസ്റ്റാണ്, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും മസ്റ്റായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മളെല്ലാവരും പല രീതിയിലായിരിക്കും ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നത്. എന്തായാലും ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു സംഭവം എന്തായാലും മസ്റ്റായിട്ട് വേണം, അണ്ടിപ്പരിപ്പ്. ഞാനിപ്പോൾ ഒരു 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ സോക്ക് ചെയ്യാൻ വെച്ചിട്ട്. അത് ആദ്യം തന്നെ ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാന് ചൂടാക്കിയ ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് മതി. എന്നിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സവോളയാണ്. 3 വലിയ സവോള നല്ലോണം ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. നല്ലോണം സോഫ്റ്റായിട്ട് ആ കളറൊന്ന് മാറി വന്നോട്ടെ, അതുവരേക്കും നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് വഴണ്ട് വരാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായിട്ട് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകപ്പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് വഴറ്റുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലപ്പൊടികളൊക്കെ ഈ സവോളയിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നല്ലോണം വഴറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കേണ്ട. നമ്മൾ ചൂടുവെള്ളമായിരുന്നു സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കമ്പൈൻ ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇത് കുക്ക് ചെയ്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് കുക്കായിക്കോട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു പരുവ് ഞാൻ കാണിച്ചു തരാം. നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു മസാല നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം, എന്നാൽ ആ പച്ചച്ചോവൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ അത് ആ വെള്ളത്തിൽ ഒന്നങ്ങോട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം. വല്ലാണ്ട് ഡ്രൈ ആക്കും വേണ്ട, എന്നാൽ വല്ലാണ്ട് വെള്ളത്തോട് കൂടിയിട്ട് അരച്ചെടുക്കും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ചൂടാറിയ ശേഷമാണ് ഞാനിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ജാറിൽ ഇരുന്നോട്ടെ. പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ചിക്കൻ കുറുമ കഴിക്കുന്ന സമയത്ത് അതിൽ കറി നല്ല തിക്ക് ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പക്ഷെ അതിൽ കഷ്ണങ്ങൾ, അതായത് സവോളയുടെ കഷ്ണങ്ങളൊന്നും കാണില്ല. അപ്പോൾ അതാ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുവാണെങ്കിൽ നല്ല ഫ്ലേവർഫുൾ ആവും, എന്നാൽ നല്ല കുറുന്നനെ കിട്ടും ചെയ്യും. എന്നാലോ നമുക്ക് അതിൽ കഷ്ണങ്ങളൊന്നും കാണില്ല, നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ പാന് കഴുകിയിട്ടൊന്നുമില്ല, ഒന്ന് റെഡിയാക്കിയ ശേഷം അതിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചിക്കന് ഈ വെളിച്ചെണ്ണയും ഈ ഹോൾ സ്പൈസസും കൂടി ചേർത്ത് കൊടുത്തതിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം എന്താ ഗുണം എന്ന് വെച്ചാൽ, പച്ചമുളകിൻ്റെ ഒരു നല്ലൊരു മണവും ഫ്ലേവർ ഉണ്ടാവില്ലേ, അത് നല്ലോണം ചിക്കനിൽ പിടിക്കും. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് ഇതിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ചിക്കനിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചിക്കൻ ഒന്ന് ഇതിൽ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ സവോളയും അണ്ടിപ്പരിപ്പും കൂടിയുള്ള പേസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ കല്യാണ വീടുകളൊക്കെ കിട്ടുന്ന ആ ഒരു കറിയുടെ രഹസ്യം. അപ്പോൾ ഇത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കല്ല, ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട വേറൊരു ചേരുവയാണ് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ കേട്ടോ. 1ാം പാലല്ല, 2ാം പാൽ. അത് ഞാൻ 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലെൻഡറിൽ നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള അതിലോട്ട് കുറച്ച് ഈ തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചേർത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ 2ാം പാലെന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുവാണ്. നമ്മൾ 2 കപ്പ് തേങ്ങ കുറച്ച് ചൂടുവെള്ളവും കുറച്ച് പച്ചവെള്ളവും കൂടി കൂട്ടിയിട്ട് കുറച്ച് മാത്രം കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് ഫസ്റ്റ് എടുക്കുന്ന പാല് 1ാം പാൽ, അത് കുറച്ച് വെള്ളത്തിൽ മാത്രം നമ്മൾ അരച്ചെടുക്കാവൂ കേട്ടോ. എന്നിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഫസ്റ്റത്തെ പാലാണ് 1ാം പാൽ.
പിന്നെ വീണ്ടും നമ്മൾ കുറച്ചധികം വെള്ളത്തിൽ അരച്ചെടുക്കും. അരിപ്പയിലൂടെ തേങ്ങാപ്പാൽ എടുക്കുക, അതാണ് രണ്ടാം പാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ്, പിന്നെയാണ് നമ്മൾ ദം പാൽ അല്ലെങ്കിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഈ രണ്ടാം പാൽ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു മസാലയിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കുക്കാക്കേണ്ടത്. എന്നാലേ ആ ചിക്കനിൽ ഫുൾ ഫ്ലേവർ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ലോണം കിടന്നിട്ട് കുക്കാവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കന് വലിയ കഷ്ണങ്ങളാണെങ്കിൽ കുറച്ചധികം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും, ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മുടെ കറി നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. ചിക്കനിലൊക്കെ നല്ലോണം ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കറിയിലൊന്നും ഒരിക്കലും നമുക്കതിൽ സവോളയോ വേറെ നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കറിയായിരിക്കും കാണാൻ പറ്റുക. ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ കുറുമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കില്ല കേട്ടോ, അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. തക്കാളി ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. തക്കാളീൻ്റെ പുളിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ റെഡിയാക്കണം. അപ്പോൾ അത് നല്ലോണം തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറുമ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്, നമ്മളെ ദം പാൽ. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ സ്റ്റെപ്പ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നിങ്ങോട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. വല്ലാണ്ട് തിളച്ച് മറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ പിരിഞ്ഞ പോലെ ഉണ്ടാവും, പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ കാണാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒട്ടും തിളയ്ക്കാണ്ട് ഓഫ് ചെയ്യരുത് കേട്ടോ, ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഒരു വറവിട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക്, കറിവേപ്പില ഇതൊന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ വെള്ളക്കുറുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിൻ നമ്മൾ ചേർക്കുന്ന ഒരു ചേരുവയാണ് പച്ചമുളക്. പച്ചമുളകിൻ്റെ ഫ്ലേവറാണ് ഈ കുറുമയിൽ മെയിൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ ഒരു ഫ്ലേവർ. എന്നിട്ട് പിന്നെ അതിലോട്ടൊരു 4-5 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കറീൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചിലർ വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വറവിട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴും വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിക്കൻ കുറുമ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കോളും. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു ചിക്കൻ കുറുമയാണ്. പിന്നെ അധികം പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. തലേ ദിവസം നിങ്ങൾക്ക് ഈ സവോളയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഞാനൊരു വ്ളോഗിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം വ്ളോഗിൻ്റെ അകത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസിപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല കോമ്പിനേഷൻ വരുന്നത് ചപ്പാത്തിയുടെ കൂടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല കുറുന്നനുള്ള ചാറോട് കൂട്ടിയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു കറിയാണ്. ഞാൻ കുറേ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും എഴുതി അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്